ഹലോ, നമ്മളിപ്പോൾ കോഴിക്കോട് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ തന്നെയാണ് കേട്ടോ. ഇതാ റോഡിൻ്റെ ഇരുവശവും ചെറിയ രീതിയിൽ കാടുകളായി രൂപാന്തരം പ്രാപിച്ച മരങ്ങൾ. ലോകത്തിലെ അപൂർവ ഇനം സസ്യലതാദികളുടെ ഒരു നിധികുംഭം. പഠിക്കാൻ, നേരിട്ടറിയാൻ അറിവിൻ്റെ ഒരു സാഗരം തന്നെയാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതെല്ലാം പരീക്ഷണ നിരീക്ഷണങ്ങൾക്കായി വളർത്തിയെടുക്കുന്നതാണ്. ക്ലൈംബർ പ്ലാനറ്റ്. വള്ളിച്ചെടികളാണിവ. വള്ളിച്ചെടികളുടെ ഒരു കൂട്ടം. കണ്ടതും കാണാത്തതുമായ അതിമനോഹരമായ കാഴ്ചകൾ. ഇവിടെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് സുന്ദരികൾ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഏവരെയും ആകർഷിച്ചുകൊണ്ട്. ഇവയ്ക്കൊന്നും മണ്ണും വെള്ളമൊന്നും വേണ്ടേ? ഇവിടെ എല്ലാം ഓരോ വിഭാഗത്തെയും ചൂണ്ട് കാണിച്ചു കൊണ്ടുള്ള ഫലകങ്ങളുണ്ട്. എവിടേക്കാണാവോ കോവണികൾ? സമയക്കുറവ് മൂലം ഈ പടികൾ കയറുന്നില്ല. അടുത്ത പ്രാവശ്യം വന്ന് കണ്ടുപോകാം. മനോഹരമായിട്ടുള്ള പല നിറത്തിലുള്ള വർണ്ണത്തിലുള്ള പുഷ്പാലങ്കൃതമായിട്ടുള്ള ചെടികൾ. ഇരിക്കാൻ ഇരിപ്പിടം പലയിടങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഒന്ന് ഇരുന്ന് ശുദ്ധവായു ശ്വസിക്കുക എന്നത് തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ്. വൈറ്റ് ഡാമർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് വായിക്കാൻ തന്നെ മനസ്സിലാവുന്നില്ല. ഓടകൾ കൊണ്ടൊരു കവാടം. ഓടച്ചെടികൾ ധാരാളമായി ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഓടക്കാടുകളാണ്. പച്ചയും മഞ്ഞയും ഒക്കെ നിറത്തിലുള്ള ഓടക്കാടുകൾ. ഒരു വള്ളിക്കൊടിയിലാണല്ലോ. വെള്ളവുമുണ്ട് അവിടെ, ശുദ്ധീകരിച്ച. താഴേക്കുള്ള വഴിയിൽ കൂടി പോകുന്നില്ല. അവിടെയെല്ലാം ഒരുപാട് പ്രദർശന വസ്തുക്കളുണ്ട് കേട്ടോ. നമ്മളെ സമയക്കുറവ് കൊണ്ട് താഴോട്ട് ഇറങ്ങുന്നില്ല. നോക്കിയേ, വാലി ഓഫ് ജിഞ്ചർ. നമ്മുടെ കറിയിൽ ഉപയോഗിക്കുന്ന ഇഞ്ചി മാത്രമല്ല കേട്ടോ. ഇഞ്ചി വർഗത്തിൽ പെട്ട ധാരാളം ചെടികൾ ഇവിടെ ഉണ്ട്. എന്താണ്? പൂമാല പോലെ. അതിൽ നമ്മുടെ വാഴയും പെടുമെന്നാണ് പറയുന്നത്. എന്ത് ഭംഗി നിന്നെ കാണാൻ! മനോഹരം. ഒരു പൂമ്പാറ്റയുടെ ആകൃതിയിൽ മിന്നി മിന്നി പ്രകാശിക്കുന്ന കുപ്പി കഷ്ണങ്ങൾ കൊണ്ടുണ്ടാക്കിയ പൂമ്പാറ്റ. നയനാനന്ദകരം തന്നെ കേട്ടോ.
ഇവിടെ തൂങ്ങിക്കിടക്കുന്നു ബട്ടർഫ്ലൈ ഗാർഡൻ. ഇനി നമ്മൾ പൂമ്പാറ്റകളുടെ ലോകത്തേക്കാണ് പോകുന്നത്. പൂമ്പാറ്റകളുടെ ഒരു പൂന്തോട്ടം തന്നെയാണ്. പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന ചെടികൾ. ഇവ പൂമ്പാറ്റകളാണല്ലോ, പക്ഷേ പൂക്കളില്ല. പൂമ്പൊടി ഉണ്ണും തേൻ കുടിക്കും എന്നെല്ലാമാണല്ലോ നാം പഠിച്ചിട്ടുള്ളത്. അത് ശരി തന്നെ. എന്നാൽ ചെടികളുടെ ഇലകളിലെയും തണ്ടുകളിലെയും നീരുകൾ ഊറ്റി വലിച്ചെടുത്തും പൂമ്പാറ്റകൾ ജീവിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ആ ഇലകളിൽ നിന്നെല്ലാം നീര് ഊറ്റി കുടിച്ചത് കൊണ്ടാണ് ആ ഇലകൾക്ക് നിറവ്യത്യാസം അനുഭവപ്പെട്ടിട്ടുള്ളത്. വിസ്മയം തീർത്ത കാഴ്ച തന്നെ കേട്ടോ, ഒരു അപൂർവ കാഴ്ച തന്നെ. ഇത്രയും പൂമ്പാറ്റകളെ ഒന്നിച്ച് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും അടുത്തു ചെന്നിട്ടും അവയ്ക്ക് ഒരു പേടിയുമില്ലട്ടോ. ഞാനൊരു പ്രകൃതി സ്നേഹിയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും പാറി പറന്നു പോകാത്തത്. എന്തായാലും കണ്ട് മതിയാകുന്നില്ല, പോരാൻ തോന്നുന്നില്ല കേട്ടോ. വല്ലാത്ത മനോഹരമായ ഒരു കാഴ്ച തന്നെ.